എല്ലാവർക്കും നമസ്കാരം. ചിത്തിരയുടെ അവസാനത്തെ 2 പാദങ്ങൾ, ചോതി, വിശാഖത്തിന്റെ ആദ്യത്തെ 3 പാദങ്ങൾ എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള തുലാക്കൂറിൽ ജനിച്ചവരുടെ 2026 വിഷുഫലങ്ങളെ നോക്കാം. വർഷം മുഴുവൻ 6ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് തുലാക്കൂറുകാർക്ക് ഭാഗ്യവും വിജയവും സമ്മാനിക്കുന്നതാണ്. കുറേ കാലമായി അനുഭവിച്ചിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും തൊഴിൽപരമായ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്ന വർഷമാണിത്. തടസ്സങ്ങളെ മറികടന്ന് വിജയം നേടാനും കോടതി വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി സമ്പാദിക്കാനും ഈ വർഷം സാധിക്കുന്നതാണ്. ജോലിയിലുള്ളവർക്ക് തടസ്സപ്പെട്ട പ്രൊമോഷൻ ലഭിക്കും. ഡിസംബർ മാസം വരെ രാഹു 5ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധക്കുറവോ അലസതയോ വരാതെ സൂക്ഷിക്കണം. ലക്ഷ്യബോധത്തോടെ പഠിച്ചാൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാനും യോഗമുണ്ടാകും. ജൂൺ മാസം വരെ വ്യാഴം ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിൽ നിൽക്കുന്നത് വലിയ സാമ്പത്തിക നേട്ടങ്ങളും പുരോഗതിയും നൽകും. ചിലർക്ക് ലോട്ടറി അടിക്കാനും യോഗം കാണുന്നുണ്ട്. അതേസമയം ജൂൺ 2-ന് വ്യാഴം കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ ജോലിഭാരം വർദ്ധിക്കാനോ ചിലപ്പോൾ ജോലിയിൽ മാറ്റങ്ങൾക്കോ സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങുന്നവരും വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നവരും ജൂൺ മുതൽ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒക്ടോബർ മുതൽ 2027 ജനുവരി വരെയുള്ള സമയം വ്യാഴം അതിചാരമായി ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ സാമ്പത്തികപരമായി വലിയൊരു കുതിച്ചുചാട്ടം തന്നെ പ്രതീക്ഷിക്കാം. മാത്രമല്ല, വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ വരികയും വിവാഹം നടക്കുകയും ചെയ്യും. പുതിയ വാഹനം വാങ്ങാനോ വീട് പണി ആരംഭിക്കാനോ സാധിക്കുന്നതാണ്. ഡിസംബർ വരെ കേതു 11ാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്രതീക്ഷിത ധനലാഭങ്ങൾക്കും ചിട്ടി, ഷെയർ മാർക്കറ്റ് എന്നിവയിലൂടെയുള്ള നേട്ടങ്ങൾക്കും കാരണമാകും. എങ്കിലും 5ലെ രാഹു കാരണം കുട്ടികളുടെ ആരോഗ്യകാര്യങ്ങളിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലും മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ 6ലെ ശനി രോഗശാന്തി നൽകുകയും കുറേ കാലമായി അലട്ടിയിരുന്ന അസുഖങ്ങൾക്ക് പോലും കൃത്യമായ പരിഹാരം ലഭിക്കുകയും ചെയ്യും. ഡിസംബർ മാസത്തിൽ രാഹു 4ാം ഭാവത്തിലേക്ക് മാറുന്ന സമയത്ത് മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത ആവശ്യമാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ സാമ്പത്തിക നേട്ടങ്ങളും ശത്രുജയവും ഭാഗ്യവും ലഭിക്കുന്നത് പോലെയുള്ള വളരെ മികച്ച ഫലങ്ങളാണ് ഈ വർഷം തുലാക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുലാക്കൂർ ജനിച്ചവരുടെ വിഷുഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വൃശ്ചികക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.